കർത്താവേ നിൻ രൂപമെനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ രൂപം വേറെ. അരകാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നിൻ. 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി പിതാവേ. രാത്രി കാലം മുഴുവനും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നന്നായി ഉറങ്ങി ഉണരുവാനും കർത്താവ് സഹായിച്ചു. ഈ നല്ല ദിവസത്തിനായി നന്ദി പിതാവേ, നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെയും ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പോക്കിൽ, വരവിൽ, വാഹനയാത്രയിൽ, വഴിയാത്രയിൽ എല്ലാം തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കങ്ങ് ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കൾ, ജോലിയിലായിരിക്കുന്ന മക്കൾ, നാടും വീടും വിട്ട് വിദൂരത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. പഠനത്തിനായി, ജോലിക്കായി കടന്നു പോയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണേ. കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ വളരാൻ സഹായിക്കണേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഓരോ ഇടങ്ങളിലും കർത്താവെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. വിജയമാർഗത്തിൻ്റെ വഴികളെ തുറക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കണം എൻ്റെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമൊരുക്കണമേ, തക്ക തുണ ഒരുക്കണമേ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസന്തികോളം കൂട്ടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ സകല ഉപജീവനമാർഗത്തിന് മേലും കർത്താപ്പച്ചൻ്റെ കരമൊന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, സ്തോത്രം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പനെ സുരക്ഷിതമായി തന്നെ മക്കൾ ഇന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകി സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. ഫോണിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, ക്ലേശമായ ജീവിതം നയിക്കുന്നവരെ, അനുസരണമില്ലാത്തവരെയൊക്കെ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ അപ്പച്ചന് കഴിയുമല്ലോ. മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണേ. നല്ല ബുദ്ധിയാലോചനയും കൊടുക്കണേ. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും ജയകരമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താവ് വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ ഇരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്. അവരുടെ പ്രയത്നപരമൊന്നും നഷ്ടമായിപ്പാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പഠിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ പരീക്ഷാ ഡേറ്റിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അനുഗ്രഹിക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ സ്വർഗം സഹായിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. IELTS OET പഠിക്കുന്നവർ, പ്രൊമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, എൻ്റെ കർത്താവേ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, കരുണ കാണിക്കണം, ബുദ്ധിജ്ഞാനവും നൽകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെയും അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും സമാധാനം അപ്പൻ്റെ പക്കല ദാനമായി കൊടുത്ത് മാനിക്കണമേ, സഹായിക്കണമേ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നടക്കുന്ന ദൈവികമായ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഭരണകൂടങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു, വെട്ടുകാരും മേൽപ്പെട്ടക്കാരെ സമർപ്പിക്കുന്നു, ശുശ്രൂഷകളെ എല്ലാം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, എൻ്റെ കർത്താവേ, സ്തോത്രം. ആത്മീയമായി ഹല്ലേലൂയ എല്ലാ മക്കളെയും ഉണർത്തണമേ കർത്താവേ. സത്യത്തിലും ആത്മാവിനും ദൈവത്തെ ആരാധിപ്പാൻ നിൻ്റെ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പൊന്നുപാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നുവരെ ഞങ്ങളെ നടത്തിയതെയും പിന്നെയും നടത്തുവാൻ സർവശക്തനാ ബലമുള്ള കാര്യത്തിലോട്ട് സമർപ്പിക്കട്ടെ. പിന്നെയും അന്യോന്യം ഓർക്കുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സകല വേദനാവിഷയങ്ങൾക്കും പരിഹാരവുമായി സ്വർഗമിറങ്ങണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമായി ഞങ്ങൾ കാത്തിരുന്ന് കണ്ണാലെ കണ്ട് പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഒരുക്കണം. അതിനായിട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.